നമസ്കാരം. ചിത്രം സിനിമയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് രഞ്ജിനി. പിന്നീടങ്ങോട്ട് നിരവധി വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളെയായിരുന്നു രഞ്ജിനിക്ക് ലഭിച്ചത്. അഭിനയ മേഖലയിൽ നിന്നും ഇടയ്ക്ക് ബൈ പറഞ്ഞു പോവുകയായിരുന്നു അവർ. ബ്രേക്ക് എടുത്തപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഇടക്കാലത്ത് അഭിനയത്തിൽ നിന്നും മാറിയതിൽ കുറ്റബോധമില്ലെന്നായിരുന്നു അവർ പറഞ്ഞത്. ആനീസ് കിച്ചണിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു അവർ അഭിനയം തുടങ്ങിയതിനെക്കുറിച്ചും മലയാളത്തിലേക്ക് എത്തിയതിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ചത്. അഭിനയ മേഖലയിലേക്ക് വരുന്നതിൽ തുടക്കം മുതലേ പേരൻസിന് എതിർപ്പുകളായിരുന്നു. പഠനത്തിൽ ഫോക്കസ് ചെയ്യാനായിരുന്നു അവർ പറഞ്ഞത്. ഒരു അഭിനേത്രിയുടെ മുഖമാണ് കുട്ടിക്ക് എന്ന് പലരും എന്നോട് പറഞ്ഞിരുന്നു. അടുത്ത സിനിമയിലേക്ക് വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴും ഇല്ല, സിനിമയിലേക്കില്ല, അവൾ പഠനത്തിൽ ശ്രദ്ധിക്കട്ടെ എന്നായിരുന്നു പറഞ്ഞത്. തുടക്കം മുതലേ ഡാൻസ് ചെയ്യുമായിരുന്നു. ഒരു കോസ്റ്റ്യൂം ചേഞ്ച് നോക്കാമെന്ന് പറഞ്ഞായിരുന്നു അവർ എന്നെ ആദ്യം വിളിച്ചത്. ഫോട്ടോഷൂട്ടല്ലേ, നോക്കാമെന്നായിരുന്നു വിചാരിച്ചത്. ഓഡിഷനാണെന്നൊന്നും അറിയില്ലായിരുന്നു. ചെറിയ കുട്ടിയല്ലേ, നമുക്ക് അടുത്ത പടത്തിൽ നോക്കാമെന്നായിരുന്നു പറഞ്ഞത്. അതിനാരു പടം ചെയ്യുന്നു, അഭിനയിക്കാനൊന്നും ഇവളെ വിടില്ല എന്നായിരുന്നു അമ്മ പറഞ്ഞത്. എന്റെ ഫോട്ടോ കണ്ട ഭാരതിരാജ് സാറാണ് പിന്നീട് വിളിച്ചത്. വീട്ടിലേക്കും വന്നിരുന്നു. ഡാഡിക്ക് ഞാൻ അഭിനയിക്കുന്നതിൽ അത്ര പ്രശ്നമില്ലായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത്. എന്തായാലും പോവണം, ഇനി ഇതുപോലെയുള്ള അവസരങ്ങളൊന്നും വരണമെന്നില്ലെന്നായിരുന്നു ഡാൻസ് ടീച്ചർ പറഞ്ഞത്. 2 ആഴ്ചയെന്ന് പറഞ്ഞിട്ട് 3 മാസം ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. അതിനിടയിൽ പരീക്ഷയും കഴിഞ്ഞു. എനിക്കതും മിസ്സായി. ഗംഭീരമായി പൂജയൊക്കെ നടത്തിയിരുന്നു. അതിനിടയിലാണ് വേറൊരു ചിത്രത്തിലേക്ക് അവസരം ലഭിച്ചത്. അതാണെങ്കിൽ അത് എന്നായിരുന്നു എനിക്ക്. ഇതെപ്പോൾ തീരുമെന്നായിരുന്നു ഞാൻ എപ്പോഴും ചോദിച്ചിരുന്നത്. എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവണം, സഹോദരങ്ങളെയെല്ലാം മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. നീ ഇപ്പോഴേ സൂപ്പർ സ്റ്റാറായി, എത്രയോ അവസരങ്ങളാണ് നിനക്ക് വേണ്ടി വന്നിട്ടുള്ളത്, അതെല്ലാം ചെയ്യ്. എന്റെ പടത്തിലൂടെ തുടങ്ങിയവരെല്ലാം എന്നും നല്ല നിലയിലെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അത് സത്യമായിരുന്നു. അത്രയധികം അവസരങ്ങൾ അന്ന് ലഭിച്ചിരുന്നു. അങ്ങനെ പോകുന്നതിനിടയിലാണ് അഭിനയം നിർത്തിയത്. അതേക്കുറിച്ചും രഞ്ജിനിയോട് ആനി ചോദിച്ചിരുന്നു. കുറെ കൂടി നന്നായി ചെയ്യാമായിരുന്നു എന്ന തോന്നലുകളൊന്നും എനിക്കില്ല. ചെയ്തതിൽ സന്തോഷം മാത്രമേയുള്ളൂ. വന്ന പടങ്ങളെല്ലാം നല്ലതായിരുന്നു. ഇപ്പോഴും ബഹുമാനത്തോടെയും ഇഷ്ടത്തോടെയുമാണ് എന്നെ ആളുകൾ കാണുന്നത്. ഇവിടെ വന്നിറങ്ങുമ്പോഴും ചിത്രത്തിൽ അഭിനയിച്ച നടിയല്ലേ എന്നാണ് ആളുകൾ എന്നോട് ചോദിച്ചത്. ഇപ്പോഴും ആളുകൾ എന്നെ തിരിച്ചറിയുന്നുണ്ട്. നിന്റെ വാല്യൂ നിനക്കറിയില്ല എന്നായിരുന്നു ഭർത്താവ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തോ ചെയ്തിട്ടുണ്ടല്ലേ എന്നായിരുന്നു ഞാൻ ചോദിച്ചത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.